കണ്ണൂരിൽ കോൺഗ്രസ് നേതാവിന് പോലീസുകാരുടെ മർദ്ദനം. മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്തിനാണ് മർദ്ദനമരുത്. പോലീസുകാർ മദ്യപിച്ചിരുന്നുവെന്നും ഒരു പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ചതെന്നും രഞ്ജിത്ത് പറയുന്നു. പിന്നെ ഒരാൾ ആ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റായിട്ടൊക്കെ എടുത്താണ് ഈ ചെറിയ പ്ലേറ്റായിട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ മുഖത്തടിക്ക് പോയത്. ആ പുട്ടും ഭക്ഷണവും എല്ലാം. പിന്നെ അതിക്രൂരമായ മർദ്ദനമായിരുന്നു. എന്നാ സംഭവം എന്നുള്ളത് അറിയില്ല. ഇന്നലെ കോംപ്രമൈസിന് വേണ്ടി ബന്ധപ്പെട്ടവരും പറ്റിപ്പോയി എന്നേ പറയുന്നുള്ളൂ. അതിലിടപെട്ട ആൾ നിങ്ങൾ അടിച്ചാളെല്ലാവരും എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ദേഹമാസകലം വേദനയല്ല ഞാനുള്ളത്. ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഇന്നലെ കുറച്ച് നല്ലോണം ബ്ലഡ് പോയിന്. ഇന്നും കുറച്ച് പല്ല് തേക്കുമ്പോൾ കുറച്ച് പോയി. നല്ല അടിയാണ്. എല്ലാം കല കാണുന്നില്ല നിങ്ങൾ. ദേഹമാസകലം പ്രശ്നമാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയും. ഗുഡ് മോർണിംഗ് അസ്കർ. ഇത് മെനഞ്ഞാന്ന് രാത്രി 9:30 ഈ സംഭവം നടന്നത്. കണ്ണൂരിലെ ഈ പയ്യാമ്പലത്തേക്ക് പോകുന്ന വഴിയുള്ള SN പാർക്കിന് സമീപത്ത് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ആർ രഞ്ജിത്ത്. അദ്ദേഹം മുൻ ഭരണസമിതിയുടെ കാലത്ത് കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ അംഗമായിരുന്നു, കൗൺസിലറായിരുന്നു. അദ്ദേഹം നിലവിൽ കണ്ണൂർ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ 3 പേർ ഭക്ഷണം കഴിക്കാനെത്തി. അവർ മഫ്തി, അതായത് യൂണിഫോമിലല്ലായിരുന്നു, പോലീസുകാരാണെന്ന് ഇദ്ദേഹത്തിന് അറിയുകയുമില്ലായിരുന്നു. അവർ ഈ തട്ടുകടയിൽ ഉള്ളി ചോദിച്ചപ്പോൾ ഈ തട്ടുകട പരിചയമുള്ള ആളായതുകൊണ്ട് തട്ടുകടയിലെ ഉടമസ്ഥനോട് ഉള്ളി കൊടുക്കാൻ ഈ രഞ്ജിത്ത് തന്നെയാണ് പറയുകയും ചെയ്തത്. പിന്നീട് ഒരു പ്രകോപനമില്ലാതെ ആക്രമിച്ചു എന്നാണ് രഞ്ജിത്ത് തന്നെ നമ്മളോട് പറഞ്ഞത്. ആ പ്രതികരണത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം. ഒരു പ്രകോപനമില്ലാതെ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി നോക്കി വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. 3 പേർ ചേർന്ന് തറയിലിട്ട് ചവിട്ടുകയും കഴിച്ചുകൊണ്ടിരുന്ന പാത്രം ഉപയോഗിച്ച് വരെ മർദ്ദിച്ചു എന്നുമാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ പോലീസ് ഇന്നലെ രാത്രി വൈകിയാണ് FIR ഇട്ടത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ 3 പേരും 3 പോലീസുകാരാണ്, എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ 3 പേരും. ഈ 3 പേരും ചേർന്ന് ഇദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 3 പോലീസുകാർ തൻസീർ, രാജീവൻ, ബിനു കൃഷ്ണൻ, ഈ 3 പോലീസുകാർ എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ ടൗൺ പോലീസ് വൈകിയാണെങ്കിലും കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് പിൻവലിക്കാനുള്ള ഒരു ഒരു ശ്രമം നടന്നതായിട്ടും ഈ രഞ്ജിത്ത് പറയുന്നുണ്ട്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.